ജമാഅത്തിന് കൃത്യമായി എത്തുവാൻ നമ്മൾ വേണം, നമ്മുടെ മക്കൾ വേണം. ഒന്നാമത്തെ സഫിലെത്തുവാനും നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോവാതെ ദുആ ദിക്റുകളിൽ ഇരുന്നു കൊണ്ടും ഖുർആൻ പാരായണം നമ്മുടെ വീടുകളിൽ വർദ്ധിപ്പിച്ചുകൊണ്ടും ദിക്റുകളും ദുആകൾക്കും സമയം കണ്ടെത്തിക്കൊണ്ടും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ധാരാളമായി കേട്ടും പഠിച്ചും കൊണ്ടും തന്നെയാണ് മുന്നോട്ട് ജീവിക്കേണ്ടത്. അതല്ലാതെ തൻ്റെ കൂടെ കിടക്കുന്ന ഭർത്താവിനെ പോലും വഞ്ചിച്ച്, ഭാര്യയെ പോലും വഞ്ചിച്ച് അവിഹിതത്തിൻ്റെ മാർഗങ്ങളിലേക്കും ചാറ്റിങ്ങുകളിലേക്കും നമ്മുടെ സമൂഹം പോകുന്നുവെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നഷ്ടപ്പെടുത്തേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ നല്ല നല്ല കാര്യങ്ങളായിരുന്നില്ല, മറിച്ച് വേണ്ടാത്തരങ്ങളോടായിരുന്നു വിട പറയേണ്ടിയിരുന്നത്. അതിന് കഴിയാതെ, അതിനുള്ള ഈമാനികമായ ഒരു ദാർഢ്യത കൈവരിക്കാതെ നമ്മൾ തെമ്മാടിത്തങ്ങളിലേക്ക് പോയപ്പോൾ സർവ്വ കുടുംബങ്ങളിലും പ്രശ്നങ്ങളായി, പ്രയാസങ്ങളായി. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്, റബ്ബിൻ്റെ നാമങ്ങളും നിത്യജീവിതത്തിലെ ദുആ ദിക്റുകളും നമ്മുടെ വിശ്വാസ വിശുദ്ധിക്കും ജീവിത വിശുദ്ധിക്കും ഉതകുന്നവയാണ്. അതിനനുസരിച്ച് തന്നെ നമ്മുടെ കുടുംബത്തിലെ എല്ലാ മെമ്പർമാരും വളരാനും ഉയരാനും തയ്യാറായിക്കൊണ്ട് നിങ്ങൾ പരസ്പരം അടിയല്ലേ എന്നൊക്കെ പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുവാനുള്ള കുതന്ത്രങ്ങൾ പിശാച് ബോധിത്തരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മാത്രമാണ് നഷ്ടം എന്നൊരിക്കൽ കൂടി പറയുകയാണ്. റബ്ബിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കും. അത് നമ്മളല്ലെങ്കിൽ മറ്റൊരു ടീമിനെ കൊണ്ട് റബ്ബ് നിലനിർത്തും. ഞാൻ പറഞ്ഞ പോയിന്റുകൾ മറക്കാതിരിക്കാനാണ് അടിവരയിടുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സാക്ഷിയുള്ളവരോട് ഞാൻ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ദീനിൻ്റെ വക്താവായി തന്നെ ജീവിച്ച് അങ്ങനെ തന്നെ മരിച്ച് അതേ സാലിഹീങ്ങളുടെ കൂടെ ചെന്ന് ചേരണം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ നീ എന്നെ ചേർത്ത് തരണമേ എന്ന്. ഇങ്ങനെ ജീവിതത്തിൽ എന്തെന്തെല്ലാം പ്രാർത്ഥനകളുണ്ടോ അതൊക്കെയും നമ്മുടെ ജീവിതത്തെ നന്നാക്കാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ ഒരു മഹത്തായ സ്ഥാപനങ്ങളുടെ വാർഷികം നിങ്ങൾക്കൊരു നിമിത്തമായി മാറണം.